എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് നിങ്ങളോട് ശരിക്കും ഒരു സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, താല്പര്യം ഉണ്ട് എങ്കിൽ അവൾ കാണിക്കുന്ന 7 സ്വഭാവ സവിശേഷതകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒന്നാമതായിട്ട്, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രമാണോ ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇരട്ടിയോ അതിലധികമോ അവൾ ആ ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് അവളായിരിക്കും നിങ്ങളെ എപ്പോഴും വിളിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവളെ വിളിച്ചില്ലേ പോലും അവൾ ഇങ്ങോട്ട് വിളിക്കും. നിങ്ങൾ അവൾക്ക് മെസ്സേജ് വിട്ടില്ലേ പോലും അവൾ ഇങ്ങോട്ട് മെസ്സേജ് ഇടും. പക്ഷേ നിങ്ങൾ ബോയ്സ് അല്ലെങ്കിൽ പുരുഷന്മാരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ ആരാണ് ശരിക്കും ഒരു ബന്ധത്തിൽ മുൻകൈ എടുക്കുന്നത്? പലപ്പോഴും നിങ്ങളല്ലേ. നിങ്ങളാണ് അവളുടെ പുറകെ ബഗ് ചെയ്ത് നടക്കുന്നതും, സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നതും, അവൾക്ക് ടെസ്റ്റ് അയക്കുന്നതും, അവൾക്ക് കോൾ ചെയ്യുന്നതും. അവളായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത് കുറവായിരിക്കും. പക്ഷേ പുരുഷന്മാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താൻ എത്രമാത്രമാണ് ആ ബന്ധത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിലും കൂടുതൽ ആ ഒരു പെൺകുട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്നേഹബന്ധം നിലനിന്ന് പോകത്തുള്ളൂ, വിജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. സ്ത്രീ ശരിക്കും ആ പുരുഷനെ അഡിക്റ്റഡായിട്ട് സ്നേഹിച്ചാൽ മാത്രമേ ആ ഒരു ബന്ധം കുറേ കൂടി മുന്നോട്ട് പോകത്തുള്ളൂ. അതായത് ആ പുരുഷനെ എത്ര അഡിക്റ്റഡായിട്ട് സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഈ പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും പുരുഷന്മാർ വളരെയധികം നല്ല രീതിയിൽ സ്നേഹിച്ചാലും അവിടെയും കൂടുതൽ ശതമാനം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് ആ ഒരു പുരുഷനെ തേച്ചിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിർത്തിപ്പോകുന്നത്, ബ്രേക്കപ്പ് ആകുന്നത്, അതിന് കൂടുതൽ മുൻകൈ എടുക്കുന്നത് സ്ത്രീകളാണ് പലപ്പോഴും ഈ ബന്ധം നിർത്തിപ്പോകുന്നതായിട്ട് കാണുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഒരു പെൺകുട്ടി ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളോട് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ, ശരിക്കും ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ആ ബന്ധത്തിൽ ഇപ്പോൾ ഒരു 40% ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവളായിരിക്കും ആ ഒരു ബന്ധത്തിൽ 60% ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു 30% ഉള്ളെങ്കിൽ 70% അവളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട്, പുരുഷന്മാർ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ശരിക്കുമുള്ള സ്നേഹവും ഇഷ്ടവും താല്പര്യം ഉണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് ആരോഗ്യകരമായിട്ടുള്ള ഒരു അസൂയ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഈ ആരോഗ്യകരമായിട്ടുള്ള അസൂയയെ പലപ്പോഴും പല പുരുഷന്മാരും ടോക്സിസിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അവിടെ വേറൊരു പ്രശ്നം, ടോക്സിസിറ്റി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് ഒരു വ്യക്തി നമ്മളോട് ടോക്സിക് ആയിട്ടുള്ള ഒരു പൊസസീവ്നെസ്സും ടോക്സിക് ആയിട്ടുള്ള ഒരു അസൂയയെ ഉള്ളതെങ്കിൽ അവരെപ്പോഴും നമ്മളെ തടവറയിലാക്കാൻ നോക്കും, നമ്മളെ എപ്പോഴും അവർ ഭരിക്കാൻ നോക്കും. അതായത് വേറെ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല, ഒരു തടവറയിലാക്കും. അത് ശരിക്കും ടോക്സിക് ആയിട്ടുള്ള അസൂയയും ടോക്സിക് ആയിട്ടുള്ള പൊസസീവ്നെസ്സുമാണ്. പക്ഷേ ആരോഗ്യകരമായിട്ടുള്ള അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ തടവറയിലാക്കുകയോ ബന്ധനസ്ഥരാക്കുകയോ ചെയ്യത്തില്ല. മറിച്ച് അവർ നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വല്ലാതെ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഒരാളോടൊക്കെ അടുക്കുന്നു എന്ന് കാണുമ്പോൾ അവർ നമുക്കൊരു വാണിംഗ് തരും, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ആ ഒരു കെയർ ശ്രദ്ധ അവർക്ക് കൊടുക്കല്ലേ എന്ന് പറയും. അത് അവരുടെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു, അവരുടെ പുരുഷനായിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ നഷ്ടപ്പെടും എന്നവർക്കൊരു പേടി ഉണ്ടാവുന്നു നമ്മൾ മറ്റൊരു ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ആളുമായിട്ട് പോകുമ്പോൾ. അല്ലാത്ത സമയത്ത് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരിങ്ങനെ വെറുതെ സംശയിക്കുന്നവരോ നമ്മളെ അവർ അക്യൂസ് ചെയ്യുകയും ചെയ്യത്തില്ല. അപ്പോൾ ടോക്സിക് അല്ലാത്ത അസൂയുള്ളവർ, ആരോഗ്യകരമായിട്ടുള്ള അസൂയുള്ളവർ ഒരിക്കലും നമ്മളെ അക്യൂസ് ചെയ്യാൻ വരത്തില്ല. നിങ്ങൾ ആ പെണ്ണിൻ്റെ കൂട്ടത്തിൽ പോയി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് അവിഹിത ബന്ധമുണ്ട്, ഇങ്ങനെയൊന്നും അവർ ആരോപിക്കാൻ വരത്തില്ല. അതവർക്ക് 100% തെളിവുണ്ടെങ്കിൽ മാത്രമേ അവരത് പറയത്തുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങനെ ആരോപിക്കത്തില്ല, മറിച്ച് അവർ നമ്മളോട് പറയും, അവരുടെ കൺസേൺ നമ്മളോട് പറയും. നമുക്ക് എല്ലാ ഫ്രീഡം അവർ തരും. നമ്മളോടിപ്പം ആരും ഫോൺ വിളിക്കരുന്നോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ഇടപഴകുന്നോ, ഇതൊന്നും അവർ പറയത്തില്ല. മറിച്ച് ഒരുപാട് അങ്ങോട്ട് എടുക്കാൻ പോരുത്, ഒരുപാട് അങ്ങനെ പോകരുതെന്ന് മാത്രമേ അവർ പറയത്തുള്ളൂ. അങ്ങനെ നമ്മളോട് സ്നേഹപൂർവ്വം ഒരു വാണിംഗ് തരും. ചിലപ്പോൾ അവർ പിണങ്ങിയിരിക്കും, ചിലപ്പോൾ അവർ ചെറിയ രീതിയിൽ വഴക്കൂടിയിരിക്കും. അതെപ്പോഴാണ് അവർ പറഞ്ഞ കേൾക്കാതെ വീണ്ടും ഈ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരുടെ അടുത്ത് പോവുകയും വല്ലാണ്ട് മിങ്കിളാവുകയും ചെയ്യുമ്പോൾ മാത്രമേ അവരങ്ങനെ ചെയ്യത്തുള്ളൂ. ഇനി മൂന്നാമത്തെ, നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കാൻ അവൾ ശ്രമിക്കും. അവളെപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവളെപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എവിടെയാണെന്ന് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം അറിയണം. ഇപ്പോൾ അവൾക്ക് ജോലിയും കൂടി ഇല്ലാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ ചിലപ്പം പുരുഷന്മാർക്ക് ഇവിടെ മണ്ടത്തരം പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പല പുരുഷന്മാരും ഓർക്കും ഈ പെണ്ണിന് ഒരു പണിയില്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭയങ്കര ശല്യമായിട്ടങ്ങ് കൂട്ടും. ഈ പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഈ പുരുഷന് പലപ്പോഴും ശല്യമായിട്ട് തോന്നും, ഇവളെന്താ എപ്പോഴും വിളിച്ചിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവന് ഭയങ്കര തിരക്കുണ്ടായിരിക്കും, ജോലി ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു പെൺകുട്ടി നമ്മളെ ഒരു ചങ്ക് പറിച്ച് സ്നേഹിക്കുമ്പോൾ അവൾക്കിപ്പോൾ നമുക്ക് തിരക്കുണ്ടെങ്കിൽ അതൊന്നും അവൾ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. അവൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാൻ പോരുത്, മറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അയ്യോ മോളെ ഞാനിപ്പോൾ ബിസിയാണ് എന്നുള്ള രീതിയിൽ പറയാറുള്ളൂ. പക്ഷേ പല പുരുഷന്മാരും ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് തകർക്കുന്ന രീതിയിൽ പറയും. അത് തന്നെയല്ല, അത് ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ടാണ് അവർ കരുതുന്നത്, അല്ലെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ ചില പെൺകുട്ടികളിങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹമുള്ളവർ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ കോൾ എടുക്കാൻ ഒരു സെക്കൻഡ് വൈകിയ വരെ ഒരു പരാതി പറയും, അതെന്താ ഞാൻ വിളിച്ചപ്പോഴേ എടുക്കാതിരുന്നേ, അല്ലെ എന്താ ഇപ്പോൾ എടുക്കാത്തേ, അല്ലെ എന്താ എന്നോട് മിണ്ടാത്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരിങ്ങനെ പാരഗ്രാഫ് കണക്കിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില പുരുഷന്മാർക്ക് ദേഷ്യം വരും, ഇങ്ങനെ ഒരുപാട് സ്നേഹം ഒരുപാട് കെയറും കാണിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും സ്നേഹിക്കുന്ന പെൺകുട്ടി എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, എപ്പോഴും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് വല്ലാണ്ട് ആഗ്രഹിക്കുകയും നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നെന്ന് പറയുകയും നിങ്ങളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. ഇനി നാലാമായിട്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിൽ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു സബ്മിസീവ്നെസ് കാണിക്കും, അല്ലെങ്കിൽ ഒരു ജൈവശാസ്ത്രപരമായിട്ടുള്ള വിധേയത്വം കാണിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവൾക്ക് മുകളിലാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെ അവൾ നിങ്ങളുടെ അടുത്ത് പെരുമാറും. ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും നിങ്ങളോട് കാണിക്കും. സ്ത്രീയും പുരുഷനും എല്ലാ രീതിയിലും തുല്യരാണെങ്കിൽ പോലും ഈ ബയോളജിക്കലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സബ്മിസീവ്നെസ് സ്ത്രീകൾ റിയലായിട്ട് അങ്ങനെ കാണിക്കും. കാരണം അതിപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. ആ രീതിയിൽ അവരൊരു സബ്മിസീവ്നെസ്, ഒരു വിധേയത്വം അവർ ശരിക്കും സ്നേഹിക്കുന്ന പുരുഷൻ്റെ അടുത്ത് ആ ഒരു വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫെമിനിൻ നേച്ചർ അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ഈക്വാലിറ്റി ഇല്ലായ്മയൊന്നും അല്ല. അതിപ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്നേഹത്തിൽ നിന്ന് ശരിയായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു വിധേയത്വം അവിടെ ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഉള്ള സ്നേഹിക്കുന്ന പെൺകുട്ടി അവർ എത്ര ബോൾഡാണെങ്കിലും എത്ര ധീരയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പുലിക്കുട്ടിയാണെങ്കിലും ആ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ അവൾ വളരെ സ്നേഹത്തോടെ വളരെ പ്രണയം നിറഞ്ഞ ഒരു റിയൽ പ്രണയിനിയായിട്ട്, റിയൽ ഒരു സ്ത്രീയായിട്ട് തന്നെ കാണപ്പെടുമെന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട്, നിങ്ങളോട് ശരിയായ താല്പര്യവും ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള പെൺകുട്ടി സ്ത്രീയെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവളുടെ ഇഷ്ടങ്ങളെക്കാൾ പ്രയോറിറ്റി നൽകൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടം ഏതാണ്, ഇഷ്ടമില്ലാത്ത ഏതാണ്, ഇതൊക്കെ അവൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ രീതിയിൽ അവൾ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലും പറയാതെ അവൾ ചെയ്തു തരും. തന്നെയല്ല, അവൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ അത്ര എൻജോയ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്കത് ഇഷ്ടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് അവൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സമ്മതിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയുകയാണ്, അവളോട് പറയുകയാണ് നമുക്ക് ഒരു പാർക്ക് വരെ ഒന്ന് പോകാം. അപ്പോൾ അവൾക്ക് ആ ഒരു പാർക്കിൽ പോകുന്ന ഇഷ്ടമില്ലായിരിക്കാം. എങ്കിലും നിങ്ങൾ അവളെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണം എന്ന് പറയുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ വരണം എന്നൊക്കെ പറയുകയോ ചെയ്യുമ്പോൾ അവൾ ആദ്യമേ ചിലപ്പം വരികയില്ല എന്ന് പറഞ്ഞാലും പിന്നെ അവൾ സമ്മതിക്കും, ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യും, അവൾ വരികയും ചെയ്യും. അപ്പോൾ അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ അവൾ ആദ്യമേ നോ എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ പിന്നെ അവൾ തന്നെ പറയാം, ഇല്ല ഞാൻ വരാം, അല്ലെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്യും. ഇനി ആറാമായിട്ട്, ശരിയായിട്ടുള്ള സ്നേഹവും ഇഷ്ടവും താല്പര്യമൊക്കെയുള്ള പെൺകുട്ടികളുടെ വലിയൊരു ലക്ഷണമാണ് അവർ അവരുടെ തന്നെ കൂട്ടുകാരോടും അല്ലെ അവരുടെ തന്നെ വീട്ടുകാരോടും ഒക്കെ നിങ്ങളെപ്പറ്റി പറയുമെന്നുള്ളതാണ്. ഇപ്പോൾ അവർക്കത് റിസ്ക്കാണ് വീട്ടുകാരോട് ചിലപ്പോൾ പറയുന്ന സന്ദർഭമെങ്കിൽ പോലും അത് റിസ്ക് ഇല്ലാത്ത ആളുകളോടെങ്കിലും അവർ പറയും എന്നുള്ളതാണ്. ഇപ്പോൾ അത് അവരുടെ തന്നെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ തന്നെ കസിൻസ് അങ്ങനെയുള്ളവരെ പറ്റിയൊക്കെ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ അവരുടെ തന്നെ കൂട്ടുകാരികൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇങ്ങനെ ആ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ബന്ധുക്കളെ കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ വീട്ടുകാരെ കാണിച്ചു കൊടുക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ നിങ്ങളെ പരിചയപ്പെടുത്തിയും കൊടുക്കും. വേറെ ഒന്നും അല്ല, കാരണം അവർ നിങ്ങൾ ഓൾറെഡി അവരുടെ മനസ്സുകൊണ്ട് അവരുടെ ഒരു ഭാവി വരനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അവളുടെ പുരുഷനാണ് നിങ്ങളെന്ന് അവൾ അംഗീകരിച്ചു കഴിഞ്ഞു. തന്നെയുമല്ല, നിങ്ങളെ ഓർക്കുമ്പോൾ അവൾക്ക് ഭയങ്കര അഭിമാനമാണ്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അവൾക്ക് തന്നെ ഭയങ്കര ഒരു അഭിമാനം തോന്നും. അപ്പോൾ കണ്ടില്ലേ എൻ്റെ ചെക്കൻ, 4 പേര് കണ്ട് അങ്ങ് അസൂയപ്പെടുക അല്ലെങ്കിൽ ഒന്ന് കുശുമ്പ് കുത്തിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് ഭയങ്കര അഭിമാനമാണ് അവൻ്റെ കൂടത്തിൽ നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കൂട്ടുകാരികൾക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവളുടെ തന്നെ വീട്ടുകാർക്ക് അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവനെ പരിചയപ്പെടുത്തി കൊടുക്കും എല്ലാവർക്കും. ഇനി ഏഴാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ വിജയങ്ങളും നിങ്ങളുടെ നേട്ടങ്ങളും ഒക്കെ അവൾ അവളുടെ തന്നെ വിജയങ്ങളായിട്ട് ആഘോഷിക്കും. അവളുടെ തന്നെ നേട്ടങ്ങൾ പോലെ അവൾ സന്തോഷിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ വേദനകളിലും വിഷമങ്ങളിലും ഒക്കെ അവൾ കട്ടയ്ക്ക് കൂടെ നിൽക്കും. നിങ്ങളുടെ വിഷമം അവളുടെ ഒരു വിഷമാണ്. നിങ്ങൾക്കൊരു വേദന വന്നാൽ അത് അവളുടെ വേദനയാണ്. അവൾ ആ വേദന ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് ഒടിഞ്ഞെങ്കിൽ അവൾക്കത് ഭയങ്കര വേദനയായിരിക്കും. അവൾ കണ്ണുനീരോട് പോയി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ അസുഖം പെട്ടെന്ന് റെഡി ആവണേന്ന് ഇങ്ങനെ മനമൊരുക്കി നിങ്ങൾ പോലും അറിയാതെ അവൾ പ്രാർത്ഥിക്കും. ചിലവരിങ്ങനെ നോമ്പ് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അവർ നിങ്ങളുടെ വേദന പോലും ഏറ്റെടുക്കും എന്നുള്ളതാണ്. ആ ഒരു വേദനകൾ പോലും അവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്രയ്ക്ക് നിങ്ങളെ കെയർ ചെയ്യും. നിങ്ങളുടെ ഡാർക്ക് സൈഡുകളൊക്കെ അവൾക്ക് അറിയാമായിരിക്കും. അതൊക്കെ അവൾ ഉൾക്കൊള്ളും, അതൊക്കെ അവൾ അംഗീകരിക്കും. എല്ലാ കാര്യത്തിലും അവൾ നിങ്ങൾക്ക് കട്ട സപ്പോർട്ടും തരും എന്നുള്ളതാണ്.